നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ആൾക്കൂട്ട വിചാരണയും സദാചാര ഗുണ്ടായിസവുമാണ് SFI കാണിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. മുഖ്യ പങ്ക് ഡീൻ എന്ന സഖാവിനാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ SFI ക്രിമിനലുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, ഡീൻ ഉൾപ്പെടെയുള്ള സർവകലാശാല അധികൃതരെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാർ നിരാഹാര സമരം തുടങ്ങിയത്. ഈ വേളയിലാണ് SFIക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു രൂക്ഷമായ കടന്നാക്രമണം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എന്നിവരായിരുന്നു നിരാഹാര സമരം തുടങ്ങിയത്. സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതല്ല, SFI ക്രിമിനലുകൾ കൊന്നതാണ്. കൊലയാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ CBI അന്വേഷിക്കണം അടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. SFIയുടെ നരനായാട്ടിന് കൂട്ടുനിന്ന ഡീനിനെ പുറത്താക്കണം. ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചു. അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സിൻജോയുമായി ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയായി 1 മണിക്കൂറോളമായിരുന്നു തെളിവെടുപ്പ് നീണ്ടുനിന്നത്. തെളിവെടുപ്പിലുടനീളം പോലീസിന്റെ ചോദ്യങ്ങളിൽ പതറാതെ വ്യക്തമായ മറുപടി സിൻജോ നൽകി. സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയത് സിൻജോയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എങ്ങനെയാണ് ഇടിച്ചതെന്ന പോലീസിന്റെ ചോദ്യത്തിനും തെളിവെടുപ്പിനിടെ സിൻജോ കൂസലില്ലാതെ മറുപടി കൊടുത്തു. വൈകിട്ട് 4:30യോടെയായിരുന്നു തെളിവെടുപ്പ് തുടങ്ങിയത്. സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച ഹോസ്റ്റൽ നടുമുറ്റം, ഹോസ്റ്റൽ മുറി, ഡോർമെട്രി എന്നിവിടങ്ങളിൽ എത്തിച്ച് 5:30യോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച വയറും കണ്ടെടുത്തിരുന്നു. ആൾക്കൂട്ട വിചാരണ ചെയ്തതടക്കം എല്ലാം സിൻജോ അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിശദമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ SFIക്കെതിരെ വീണ്ടും വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല, അവരുടെ സമരത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.